ഹായ് പ്രിയപ്പെട്ടവരെ, ബാലുശ്ശേരിയിൽ നൂറുകണക്കിന് ആളുകൾ നമ്മളെ കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനാദ്യം അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു യാത്ര കഴിഞ്ഞ മാസം 16-ാം തീയതി നമ്മൾ തുടങ്ങിയതാണ്. ആ യാത്ര 11 ജില്ലകൾ പൂർത്തിയാക്കി 12-ാം ജില്ലയായ ഇവിടെ എത്തി നിൽക്കുന്നു, കോഴിക്കോട് നിൽക്കുന്നു. ഇനി കണ്ണൂരും കാസർഗോഡ് മാത്രമേ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളൂ. അതിനുശേഷം കോഴിക്കോട് കടപ്പുറത്താണ് അതിന്റെ സമാപനം. അല്പസമയത്തിനകം നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന SKN ആർ ശ്രീകണ്ഠൻ നായർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അടുത്ത് ഈ കഴിഞ്ഞ ഇതിനപ്പുറത്തുള്ള വളവ് വരെ എത്തിരും. അദ്ദേഹം അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ, ഇതിപ്പോ മറ്റ് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായും പറയാം, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക വിഷയം, ഒരു കാലത്തിന്റെ വിഷയം ഏറ്റെടുത്ത് അത് ഒരു സംസ്ഥാനം മുഴുവൻ നടന്ന് പറയുക എന്നൊരു ദൗത്യം ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല. അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനെ ഒരു യാത്രയിലേക്ക് പോകാനുള്ള കാരണം, ഇപ്പോൾ ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന് 40 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരു വർഷമാണ്. നമ്മളെപ്പോലെയൊന്നും സാധാരണ മാധ്യമപ്രവർത്തനമല്ല. അദ്ദേഹം കടന്നു വന്ന വഴികളിലൊക്കെ വലിയ വഴിത്തിരിവുണ്ടാക്കിയ, കേരളത്തിന്റെ മാധ്യമ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംഭവബഹുലമായ മാധ്യമപ്രവർത്തനത്തിന് 40 വർഷങ്ങൾ ഉറപ്പായും ആഘോഷിക്കപ്പെടേണ്ട 40 വർഷങ്ങളാണ്. അത് ആഘോഷത്തിന് പകരം ഒരു സന്ദേശവാഹക യാത്രയാക്കാനുള്ള തീരുമാനം നമ്മൾ ഈ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ചില വാർത്താ യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അത് കേരളത്തിലേക്ക് ഇറങ്ങി പറയേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം അതാണ്. നമുക്കറിയാം, 2025 എന്ന് പറയുന്ന പുതിയ വർഷം പുലർന്ന ജനുവരി 1-ാം തീയതി, അതായത് കൃത്യം 2024 ഡിസംബർ 31-ാം തീയതി നമ്മൾ കേട്ട് പുലരുന്ന വാർത്ത എന്താണ്? തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ ചേർന്ന് ഒരു 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു എന്ന വാർത്തയാണ് നമ്മൾ ഈ പുതുവർഷം, ഈ വർഷം പുലർന്ന ആദ്യ ദിവസം നമ്മൾ കേട്ട ചോരയുടെ വാർത്ത അതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 4 മാസങ്ങൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ കേട്ട വാർത്തകൾക്ക് എന്തെങ്കിലും കയ്യും കണക്കുമുണ്ടോ? നമ്മൾ നട്ടല് മരവിച്ചിരുന്നു പോകുന്ന ഒരുപിടി കൂട്ടക്കൊലപാതകങ്ങളുടെ വാർത്തകൾ, വെഞ്ഞാറമൂട്ടെ കൂട്ടക്കൊലപാതകം അടക്കം നമ്മൾ കണ്ടു. താമരശ്ശേരിയിൽ സ്വന്തം മാതാവിനെ കൈവിറയ്ക്കാതെ കഴുത്തറത്ത് കൊന്ന മക്കളെ നമ്മൾ കണ്ടു. അതിൽ ഈ മക്കൾക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുറ്റബോധം ഇപ്പോഴും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. താമരശ്ശേരിയിൽ തന്നെയാണ് വീട്ടിൽ കോഴിക്കറിയില്ല. അപ്പോൾ മകനോട് കോഴി മുട്ട വാങ്ങാൻ വേണ്ടി പണം കൊടുത്തു വിട്ടു. മകൻ പോയി മുട്ട വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും മുട്ടക്കറി ഉണ്ടാക്കാൻ അടുക്കളയിൽ ഉമ്മ ഉള്ളി കരിഞ്ഞുകൊണ്ടിരിക്കുന്ന കത്തി വാങ്ങി കഴുത്തറത്തം കൊന്നു. താമരശ്ശേരിയിലാണ്. മറ്റൊരു പുത്രൻ ട്യൂമർ ചികിത്സ കഴിഞ്ഞ് അങ്ങനെ വാടിക്കിടക്കുന്ന അമ്മയാണ്. അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു വടിവാൾ വാങ്ങിക്കൊണ്ട് വന്ന് കഴുത്തറത്ത് കൊന്നു. അതിന് പറഞ്ഞ കാരണം, അവൻ അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നുണ്ട്. തരിമ്പിന് കുറ്റബോധമില്ലാത്തവൻ ആ അമ്മയെ കൊല്ലാൻ പറഞ്ഞ കാരണം, ഈ സ്ത്രീ എനിക്ക് ജന്മം നൽകി, അതാണ് സ്വന്തം അമ്മയെ കൊല്ലാൻ അവൻ പറഞ്ഞ കാരണം. തിരുവനന്തപുരത്ത് ഒരു പിതാവിനെ കൊന്ന ഒരു മകനെ നമ്മൾ കണ്ടു. അവിടെയും സംഭവിച്ച അടുത്ത് ഈ പാവം പിടിച്ച പിതാവ് അധ്വാനിക്കുന്ന മനുഷ്യനാണ്, കട നടത്തി ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് അല്പസമയം വിശ്രമിക്കാൻ വീട്ടിന് മുന്നിൽ സോഫയിൽ ഒന്ന് കിടന്നതാണ്. മുറിക്കകത്ത് നിന്ന് വന്ന മകൻ അച്ഛനെ കഴുത്തിനാഞ്ഞു വെട്ടുകൊണ്ട് ഇറങ്ങി ഓടി, അടുക്കളയിലേക്ക് ഓടി. 28 വെട്ടാണ് സ്വന്തം അച്ഛൻ്റെ, സ്വന്തം പിതാവിന്, സ്വന്തം താതൻ്റെ ശരീരത്തിൽ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഓർത്തു നോക്കണം. അപ്പോൾ ഇതിനൊക്കെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന മാരകമായ രാസലഹരിയാണ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കാലത്തിന്റെ യാഥാർത്ഥ്യം ഇതായതുകൊണ്ടാണ് ഈ യാത്ര എന്നതിലേക്ക് നമ്മൾ എത്തിയത്. വളരെ വിശദമായി തന്നെ നമ്മൾ അടുത്ത മണിക്കൂറുകൾ SKN വരുമ്പോൾ നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയാം. നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ഹരീഷ് നന്ദനത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ബാലുശ്ശേരി ഇന്ന് ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു പൊതുസമൂഹം നേരിടുന്ന ഒരു പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഒരു ചാനൽ ഇതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു വലിയ സന്ദേശം നൽകുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ, എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു പരിപാടിയുമായിട്ട് കേരളത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു സാധാരണ യാത്ര പോകുന്ന പോലെ, അല്ലെ ഒരു ലഹരി വിരുദ്ധ യാത്ര പോകുന്ന പോലെയല്ല 24 ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇടപെടാൻ സാധിക്കും, അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട്
ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിലാണ് ഈ ഒരു പരിപാടിയുമായിട്ട് 24 ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നുള്ള ബഹുമാന്യനായ ചീഫ് എഡിറ്റർ 24-ന്റെ ശ്രീ ആർ ശ്രീകണ്ഠൻ നായരെ ഏറ്റവും ബഹുമാനത്തോടുകൂടി ഈ ഒരു പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ദീപക് ധർമ്മടം, സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീ ഹാഷ്മി താജ് ഇബ്രാഹിം, ബഹുമാന്യനായ ശ്രീ ശ്രീകണ്ഠൻ നായർ സാർ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ലൊരു കയ്യോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മാധ്യമരംഗത്തെ കുലപതിയായ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കും. അടുത്തതായി സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ശ്രീ ഹാഷ്മി സാറിനെ ക്ഷണിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ യാത്ര 12ാം ജില്ലയിൽ എത്തി നിൽക്കുന്നു. അതിൻ്റെ കോഴിക്കോട് ജില്ലയിലെ സമാപന സമ്മേളനമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔദ്യോഗിക പരിപാടികൾ കടക്കാം. ഞാൻ ശ്രീ ഹരീഷ് ചന്ദ്രൻ, വാർഡ് മെമ്പറെ ഒരിക്കൽ കൂടി ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചാനലായ 24-ന്റെ എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തെ പൊതുസമൂഹത്തെ ഒന്നടങ്കം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമം നടത്തുന്ന 24-ന്റെ ഒരു ലഹരിക്കെതിരെയുള്ള കേരള യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ യാത്രയെ നയിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട 24 ചാനലിൻ്റെ ചീഫ് എഡിറ്ററിൻ്റെ കൂടിയായിട്ടുള്ള ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ അവர்களാണ്. മാധ്യമരംഗത്തെ കുലപതിയായ, നമുക്കേറെ ഇഷ്ടമുള്ള ജനകീയനായ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന വിശേഷണർഹനായ ശ്രീ ശ്രീകണ്ഠൻ നായരെ ഏറ്റവും അതോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്ന ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾ ബാലുശ്ശേരിയിൽ ഇത്രയും ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിലൂടെ 30 ദിവസം നീണ്ടുപോകുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. കേരളത്തിൽ ഒരുപക്ഷെ കോവിഡിന് ശേഷം, നമ്മുടെ പ്രളയത്തിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ ഈ ജില്ലകൾ കടക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളറിയുന്ന കേരളമല്ല ഇപ്പോഴത്തെ കേരളം. കൊച്ചുകുട്ടികൾ പോലും MDMAക്ക് അഡിക്റ്റ് ആകുന്നു. നിങ്ങളോട് ഞങ്ങൾ പൊലിപ്പിച്ച് പറയുകയല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും MDMAക്ക് ഇരയായിട്ടുണ്ട്. ഇരയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആലത്തൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ആ സംഭവം. 9 വയസ്സുള്ള കുട്ടിക്ക് പോലും MDMAയിൽ താല്പര്യമുള്ളൊരു സംസ്ഥാനമായി കേരളം മാറുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ MDMA കഴിക്കുന്നു. 10 വയസ്സുകാരൻ സഹോദരിയായ 12 വയസ്സുകാരിക്ക് MDMA നൽകാൻ ശ്രമിക്കുന്നു. അതൊക്കെ രാസലഹരിയുടെ പുതിയ കഥകളാണ്. നമ്മൾ നോക്കുമ്പോൾ കേരളം പൊതുവേ ശാന്തമായി കിടക്കുന്ന സഹിഷ്ണുതയുടെ കേരളത്തിൽ കാര്യങ്ങളൊക്കെ പോകുന്നു. എന്നാൽ കേരളത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഈ രാസലഹരിയുടെ വ്യാപനം കാരണം കേരളം നീറിപ്പോകുന്നു. നമ്മുടെ നാട്ടിലെ അമ്മമാർ കണ്ണീരൊഴുക്കുന്നു. പല വീടുകളിലും അക്രമത്തിൻ്റെ അനാവരണങ്ങൾ ഉണ്ടാകുന്നു. അക്രമം എന്ന് പറഞ്ഞാൽ ചെറിയ അക്രമമല്ല. MDMA ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മനോരോഗികളെക്കാളും ഗതികേടായിരിക്കും ഒരാൾ. അയാൾ രോഗിയാണ്. രാസലഹരി, അതായത് കൊക്കൈനായാലും ബ്രൗൺ ഷുഗർ ആയാലും അതല്ല ഹൈബ്രിഡ് കഞ്ചാവായാലും ഇതൊക്കെ കഴിക്കുന്ന ആളുകൾ ഒരു രോഗിയായിട്ട് മാറുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ നടുക്കുന്ന യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ മനോനില തെറ്റിയ ഒരാൾ എങ്ങനെ പെരുമാറുമോ അങ്ങനെ തന്നെ ഈ രാസലഹരി കഴിക്കുന്ന ആളും പെരുമാറുന്നു. മനസ്സും തലച്ചോറും തമ്മിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു ബന്ധം താറുമാറാവുകയും അയാളെ കൊലക്കത്തിയെടുത്ത ആൾക്കാരെ കുത്താൻ തക്ക പ്രതികാര മനോഭാവം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ശത്രുവായി മാറുകയും ചെയ്തു. നമ്മുടെ വീട്ടിനുള്ളിൽ കുട്ടികളെയൊക്കെ നന്നായി വളർത്തി നമ്മൾ നിലയിൽ എത്തിച്ചു. ഇനി അതുകൊണ്ട് നമുക്ക് പേടിയാകേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് എന്ന് ഞാൻ പറയും. കാരണം ഈ രാസലഹരി കഴിച്ചാൽ തൊട്ടയലത്തുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകും, സിനിമാ തിയേറ്റർ ഉണ്ടാകും. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു കൊലക്കത്തി MDMAക്കാരൻ്റെതായി പാഞ്ഞു വരാം. 70 കൊലപാതകങ്ങൾ 2 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നടന്നപ്പോൾ അതിൽ 30 എണ്ണവും രാസലഹരി ഉപയോഗിച്ചതാണ് ഉണ്ടായതെന്ന് പോലീസുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറേ താമസിച്ചു പോയി. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുമായി ഞാൻ നടത്തിയ ഒരു തത്സമയ അഭിമുഖത്തിലൂടെയാണ് ഈ പരിപാടി നമ്മൾ ആരംഭിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകും. ഒരുപാട് റെയ്ഡുകൾ നടക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് MDMA പിടിക്കുന്നു. നിങ്ങൾക്കറിയാം, കളമശ്ശേരിയിൽ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഹോസ്റ്റൽ മുറിയിൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ ഈ 2 കിലോ കഞ്ചാവ് കുട്ടികൾ കൊണ്ടുവന്നത് അവർക്ക് വലിക്കാനല്ല, അവർക്ക് ഉപയോഗിക്കാനല്ല, അവർ ഡിസ്ട്രിബ്യൂഷന് കൊണ്ടുവന്നതാണ്.
മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നതിനായി ഹോസ്റ്റൽ മുറിയിൽ സൂക്ഷിച്ച കഞ്ചാവാണ് പിടിച്ചെടുത്തത്. മാത്രമല്ല വാട്സപ്പിൻ്റെ സാധ്യത ഉപയോഗിച്ച് ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നവർ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിലെ പാളയത്തുള്ള തിരുവനന്തപുരത്തുള്ള ഹോസ്റ്റൽ മുറിയിൽ റെയ്ഡ് നടത്തിയപ്പോഴും കഞ്ചാവ് പിടിക്കപ്പെട്ടു. കേരളത്തിലെ പല കോളേജുകളുടെയും സ്ഥിതി വളരെ മോശമാണ്. കൊല്ലം ജില്ലയിലെ ഒരു കോളേജിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ 17 കുട്ടികൾ MDMA അഡിക്റ്റാണ്. അതിൽ 6-7 പെൺകുട്ടികളുമുണ്ട് എന്ന് നിങ്ങൾ അറിയുക. ഈ അടുത്തിടെ ഏതാണ്ട് ഒരു 10-600 കേസുകൾ പിടിച്ചപ്പോൾ അതിൽ 30% പേരും പ്രായപൂർത്തിയാകാത്ത 18 വയസ്സ് തികയാത്ത കുട്ടികളാണ്. അതിൽ 15-17% ആളുകൾ പെൺകുട്ടികളാണ് എന്ന് നടക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ അമ്മമാർ തിരിച്ചറിയുന്നു. വീട് വിട്ടുപോകുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ പള്ളിക്കൂടങ്ങളിലേക്കൊക്കെ പോകും. വരാന്തയിൽ അപരിചിതരായ ആൾക്കാർ ഈ കൂൾ എന്നൊക്കെ പറഞ്ഞൊരു മിഠായി, ചോക്ലേറ്റ് മിഠായി, ഇതിലൊക്കെ ലഹരി കലർത്തി കുട്ടികളെ പ്രേരിപ്പിച്ച് കഴിപ്പിക്കുന്നു. കുറേ ദിവസമാകുമ്പോൾ കുട്ടികൾ ഇതിന് അഡിക്ഷൻ ആകുന്നു. കുട്ടികൾ ഇവരെ തേടി ചെല്ലുന്നു. അപ്പോൾ ഇവർ മയക്കുമരുന്ന് പോലെയുള്ള മാരക ലഹരികൾ ഈ കുട്ടികൾ പരീക്ഷണം നടത്തുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ കർണാടകം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു വല്ല അളവില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് ഈ സാധനം ഒഴുകുകയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഏരിയയ്ക്ക് സമീപം 6-7 ഊടുവഴികളിലൂടെ നമ്മുടെ മലയാളികൾ തന്നെ കേരളത്തിലേക്ക് ഇത്തരം രാസലഹരി കടത്തിക്കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് വലിയ ലാഭമുള്ള ഒരു കച്ചവടമാണ്. ഒരു 300 രൂപ ചിലവാക്കിയാൽ 3000 രൂപ ഉണ്ടാക്കാം. ഒരു 30,000 രൂപ ചിലവാക്കിയാൽ 3 ലക്ഷം രൂപ ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് കോടീശ്വരനാകുക, അമ്പരചുംബികളായ രമ്യകർമ്മങ്ങൾ പണിതുയർത്തുക. ഇത്തരം ആക്രാന്തം നിറഞ്ഞ ജീവിതം നയിക്കുന്ന ചില നരാധമന്മാർ കേരളത്തിൻ്റെ കുരുന്നുകളെ കൊലപ്പെടുത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. വലിയ അപകടമാണ്. കേരളം ഇന്നുവരെ കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിൽ നമ്മുടെ നാട് രാസലഹരിയിൽ മുഖം പൊത്തിയിരിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ, ഈ യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ കരുതിയത് ഇത് ഏതോ താലൂക്കുകളിൽ, ഏതോ ഓണങ്കേറ മൂലകളിൽ, ഏതോ നഗരോരങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ മാത്രം അലട്ടുന്നൊരു പ്രശ്നമായിരിക്കും ഇതെന്നാണ് കരുതിയത്. എന്നാൽ ഞങ്ങൾക്ക് തെറ്റി. 2-3 ജില്ലകൾ കടക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രദേശം പോലും രാസലഹരിയിൽ നിന്ന് മുക്തമല്ല എന്ന നഗ്നമായ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ കുട്ടികളെ സൂക്ഷിക്കാൻ വല്ലാത്ത നിങ്ങൾ പാടുപെടുന്നൊരു സാമൂഹിക സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ അയച്ചാൽ പിന്നെ നമ്മൾ അന്വേഷിച്ച് പോകാറില്ല. നമ്മൾ കുട്ടികളെ ജയിച്ചോ തോറ്റോ എന്ന് പോലും അന്വേഷിക്കാറില്ല. കാരണം അതൊക്കെ വീട്ടിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ സ്ഥിതിയാകെ മാറി. നിങ്ങൾ സ്കൂൾ ബാഗുകൾ പരിശോധിക്കണം. സ്കൂളിൽ ചെന്ന് ഹെഡ് മാസ്റ്റർമാരെ കാണണം, ക്ലാസ് ലീഡറിനെ കാണണം, PTA കാണണം, എല്ലാവരെയും കാണേണ്ട സ്ഥിതിയാണ്. അധ്യാപകരാണെങ്കിൽ കേരള ഹൈക്കോടതി പറഞ്ഞതുപോലെ ചൂരൽ കയ്യിലെടുക്കേണ്ട സാഹചര്യമായി കഴിഞ്ഞു. കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അധ്യാപകർ വഴക്കിടാൻ സ്കൂളിലെത്തിയത് കൊണ്ട് അധ്യാപകർ പിന്നോട്ട് മാറി. എന്നാൽ അധ്യാപികമാരൊക്കെ മുന്നോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായി. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ ഇവിടെയെല്ലാം തന്നെ ഒരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട്. അതായത് നമ്മുടെ തലച്ചോറ് കുറച്ചുകൂടി ഷാർപ്പാവാൻ, നമ്മുടെ തലച്ചോറിന് അതിൻ്റെ മുഴുവൻ സാധ്യതയും പരിശോധിക്കാൻ, അഭിനയ സാധ്യത പുറത്തെടുക്കാൻ ഈ കഞ്ചാവ് പോലെയുള്ള മാരക ലഹരിക്ക് കഴിയും എന്നൊരു ധാരണാ പിശക് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത കാര്യമാണത്. കഞ്ചാവിന് മനുഷ്യൻ്റെ വൈഭവത്തെ വർദ്ധിപ്പിക്കാൻ കഴിയില്ല, തലച്ചോറിനെ വികസിപ്പിക്കാൻ കഴിയില്ല, ഒരു വൈഭവം കൂടാൻ പോകുന്നില്ല. ചില ആശുപത്രികളിലെ സർജന്മാർ പറയുന്നത് കഞ്ചാവ് പോലെയുള്ള ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പ്രിസിഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. നല്ല കീറുകൃത്യം സർജറി നടത്താൻ കഴിയും. ശുദ്ധ മണ്ടത്തരമാണ്. അവയവം മാറി ശസ്ത്രക്രിയ ചെയ്യുന്ന പോലെയുള്ള പരാതികൾ നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിൽ ഉയരുന്നൊരു കാര്യം നിങ്ങൾക്കറിയാം. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്ക പോലെയുള്ള ഗ്വാട്ടിമാല പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നിയമവിധേയമാണ് കഞ്ചാവ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കഞ്ചാവ് നിരോധിത ഉൽപ്പന്നമാണ്. അതേപോലെ ബ്രൗൺ ഷുഗറും എല്ലാം നിരോധിതമാണ്. നമുക്കറിയാം, നമ്മുടെ ഉറവിടങ്ങൾ തളയ്ക്കാതെ, ഉറവിടങ്ങൾ ബ്ലോക്ക് ചെയ്യാതെ നമ്മുടെ നാട്ടിലേക്കുള്ള പ്രവാഹം നിലയ്ക്കില്ല. നമ്മുടെ വാലിശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ആരാണ് ഇപ്പോൾ ഇതിനിടയിൽ തന്നെ ആരെങ്കിലും ഇതിൽ താല്പര്യമുള്ള ആളുകളുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാം, നമ്മളിനി അമാന്തിച്ചാൽ, നമ്മളിനി താമസിച്ചു പോയി കഴിഞ്ഞാൽ കേരളം ഏറ്റവും കൂടുതൽ അക്രമാസക്തമാകുന്ന സ്ഥലമായി മാറും. ഒരു ദിവസം ഒരു മോർണിംഗ് ഷോയിൽ രാവിലെ 7 മണിക്ക് നിൽക്കുമ്പോൾ ഞാൻ 9 മണി വരെ വായിച്ചു തീർത്ത കൊലപാതകങ്ങൾ 14 ഈ 14 കൊലപാതകങ്ങളാണ് ഇങ്ങനെ ഒരു യാത്ര നടത്താൻ നമ്മളെ പ്രേരിപ്പിച്ചത്. നിങ്ങൾക്കറിയാം, AC മുറിയിലൊക്കെ ഇരുന്ന് വാർത്ത വായിക്കുന്ന ആഷ്മിയെ പോലെയും എന്നെ പോലെയൊക്കെയുള്ള ആളുകൾ ഇത്തരം 39-40 ഡിഗ്രി ചൂടിലിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എല്ലാ ജില്ലകളിലും എത്രയോ യോഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നു. ഒരുപക്ഷെ പൊതുപ്രവർത്തകർ മാത്രം ചെയ്യുന്ന ഒരു കർമ്മ പരിപാടിയിലൂടെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായി കടന്നു പോവുകയാണ്. ഏതാണ്ട് ഒരു 2 ജില്ലകൾ കൂടി കടക്കുമ്പോൾ നമ്മൾ 30-31 ദിവസമാകാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെൻ്റെ ജീവിതത്തിലെ
4 പതിറ്റാണ്ട് നീണ്ടുപോയ എൻ്റെ മാധ്യമ ജീവിതത്തിൽ ഒരു അവതാര ലക്ഷ്യമായി ഞാൻ കാണുന്നു. യഥാർത്ഥത്തിൽ ഈ MDMA-യും അതേപോലുള്ള രാസലഹരികളും കേരളത്തിലേക്ക് ഒഴുക്കിവിടുന്ന നരാധമന്മാരുടെ കടയറുത്ത് വീഴ്ത്തുന്നത് വരെ നമ്മൾ ഈ പ്രതിഷേധം തുടരും. ഇതൊരു അൾട്ടിമേറ്റ് പോരാട്ടമാണ്, അവസാന പോരാട്ടം. നമ്മൾ ഈ അൾട്ടിമേറ്റ് വാറിലേക്ക് നടക്കുമ്പോൾ, അന്തിമ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതിൽ അണിചേരണം. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഈ നരാധമന്മാർക്ക്, ഈ ആർത്തി പണ്ടാരങ്ങൾക്ക് പണമുണ്ടാക്കുക എന്നല്ലാതെ മറ്റൊരു താല്പര്യവും ഇല്ല. ഞങ്ങൾ ബാവലി, നമ്മുടെ ഏത് പള്ളിയാണ് അശ്മി? ബാവലി പള്ളിക്ക് സമീപം വെച്ച് ഞങ്ങളിങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ ഈ ലഹരി, രാസലഹരി കേരളത്തിലേക്ക് വിതരണം ചെയ്യുന്ന ഒരുവൻ ഞങ്ങളെ കണ്ട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് MDMA സാധനം ഞാൻ ഇപ്പോൾ കൊണ്ടുതരാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഞങ്ങൾ അവിടുത്തെ എക്സൈസുകാരോട് ചോദിച്ചു. അവർ പറഞ്ഞു 7 or 8 ഊടുവഴികൾ കാട്ടിനുള്ളിലൂടെയുണ്ട്. കർണാടകത്തിലെ ഊടുവഴികൾ വഴി നമ്മുടെ കാട്ടിലൂടെ കേരളത്തിലേക്ക് രാസലഹരി വരുന്നു. ഈ രാസലഹരി കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ അവർ ശ്രമിക്കുന്നത്, കുട്ടികളെ ക്യാച്ച് ചെയ്യാനാണ്. നമ്മുടെ കുട്ടികൾ ഇരകളായി പോകുന്നു. നമ്മുടെ കുട്ടികൾ നമ്മളെ എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുന്നത്. നിങ്ങൾക്കറിയാം, അണുകുടുംബ സംവിധാനത്തിൽ 1 or 2 കുട്ടികൾ മാത്രമേ ഒരു വീട്ടിലുള്ളൂ. ആ കുട്ടിയെ തന്നെ ഈ നരാധമന്മാർ പിടിച്ചെടുക്കുന്നു. നിങ്ങളെപ്പോഴെങ്കിലും സമയം കിട്ടുമോ ഒരു അഡിക്ഷൻ സെൻ്ററിൽ പോയി MDMA പോലെ രാസലഹരി ഉപയോഗിച്ചിട്ടുള്ള ആളുകളെ നേരിട്ട് കാണണം. നിങ്ങൾക്കവരെ വിശ്വസിക്കാൻ പറ്റില്ല. 10 or 16 വയസ്സുള്ള കുട്ടികൾ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി, ആകൃതിയൊക്കെ തെറ്റി, കോലം കെട്ട്, ആരെയോ ഭയക്കുന്നത് പോലെ ഭയചകിതരായി സെല്ലിൽ ഏകാന്തമായി കിടക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ അറിയും ഈ മാരകമായ സാധനത്തിൻ്റെ വലിപ്പം എന്താണെന്ന്. മാത്രവുമല്ല, നിങ്ങൾക്കറിയാം, കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് ഭയന്നോടിയ ഒരാൾ, ഒരു കവർ MDMA ഉണ്ടായിരുന്നു, ഇടയ്ക്കൽ അതെടുത്ത് വിഴുങ്ങി ആമാശയത്തിൽ കിടന്ന് കവർ പൊട്ടി. ആ MDMA-യുടെ കവർ പൊട്ടിയത് കാരണം അയാൾ ചത്തുപോയി. അപ്പോൾ എത്ര മാരകമാണ് ഈ സാധനമെന്ന് നമുക്കറിയാം. 7 കൊല്ലമാണ് ആയുസ്. ഇത് കൃത്യമായി കഴിക്കുന്നവർക്ക് 7 കൊല്ലം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു പോകാം. 85-90 വർഷക്കാലം നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ കഴിയുമെന്ന് ലോകാരോഗ്യ സംഘടന നമ്മോട് പറയുമ്പോൾ, നമ്മളെടുക്കുന്ന തീരുമാനം കൊണ്ട് നമ്മുടെ കുരുന്നുകൾ അവരുടെ ജീവിതം കശക്കിയെറിയുന്നു. 7 കൊല്ലം കൊണ്ട് ഈ ആളുകൾ കൊന്നൊടുക്കുന്നത് ആരെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെല്ലാം നേരെയായി എന്നതുകൊണ്ട് നിങ്ങൾ സമാധാനിച്ച് വീട്ടിലിരിക്കാൻ വരട്ടെ. നിങ്ങൾക്ക് സമയവും സാവകാശവും ഉണ്ടെങ്കിൽ ഈ 20-ാം തീയതി ഈ 14 ജില്ലകളിലെയും യാത്ര അവസാനിപ്പിച്ച് നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് ഒത്തുചേരും. 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നൊരു മഹാസമ്മേളനത്തിൽ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ നരാധമനായ ഈ MDMA വ്യാപാരിയും കേരളം വിട്ടുപോകണം. കേരളത്തിൻ്റെ ഈ പച്ചപ്പുള്ള മണ്ണിൽ കോവിഡിനെ നേരിട്ടവർ, അതുമാത്രമല്ല പ്രളയത്തെ നേരിട്ടവർ, ഏകോദര സഹോദരങ്ങളെപ്പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തോളോട് തോൾ ചേർന്ന മലയാളികൾ ഒരേ സ്വരത്തിൽ, ഒരേ ശബ്ദത്തിൽ ഇരമ്പിയാർക്കുന്ന അറബിക്കടലിൻ്റെ ആവേഗത്തിൽ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ നരാധമനും കേരളം വിട്ടുപോകണം. ഏതവനെങ്കിലും ഈ രാസലഹരി വിൽപ്പനക്കാരനായി കേരളത്തിലുണ്ടെങ്കിൽ അവനെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കണം. ഒരുവനെയും നമ്മൾ വെച്ച് ഉറപ്പിക്കില്ല. അവസാനത്തെ രാസലഹരിക്കാനും കേരളം വിട്ടുപോകുന്നത് വരെ ഈ പോരാട്ടം നമ്മൾ തുടരും. അതിൽ നിങ്ങൾ അണിചേരണം. നിങ്ങൾക്ക് സമയമില്ലെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. എനിക്ക് നിശ്ചയമുണ്ട്, കല്യാണമുണ്ട്, നമുക്കതിനൊന്നും സമയമില്ല. കോവിഡ് വന്നപ്പോൾ നമ്മളതൊന്നും പറഞ്ഞില്ല. പ്രളയം നമ്മുടെ തലയ്ക്ക് മീതെ വന്ന് ആളുകളെ കൊന്നൊടുക്കാൻ നമ്മളത് പറഞ്ഞില്ല. ഈ പ്രളയവും കോവിഡും മനുഷ്യനിർമ്മിതിയായിരുന്നില്ല. എന്നാൽ ഇത് മനുഷ്യനിർമ്മിതിയാണ്. നിങ്ങൾ വിശ്വസിച്ചോളൂ. ഈ ഒരു സാഹചര്യം, ഈ ഒരു ആപൽഘട്ടം, കേരളമെന്ന് പറയുന്ന ഈ നല്ല മണ്ണ്, ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയാർഷിച്ച ഈ മണ്ണ് ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകും. ഇപ്പോൾ തന്നെ നമ്മൾ താമസിച്ചു പോയി. ഇനി നമ്മൾ താമസിച്ചു പോയാൽ കേരളത്തിൽ നമ്മൾ വഴിയോരങ്ങളിൽ കണ്ടുമുട്ടുന്ന പല ആളുകളും രാസലഹരിക്കിരയായി തീർന്ന, അടിമകളായി തീർന്ന മനോരോഗികളായി മാറും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരുപക്ഷെ നമ്മളൊക്കെ ചരിത്രത്തിലേക്ക് മാറും. ഈ പ്രതിസന്ധിയിൽ നമ്മൾ കടന്നു പോകും. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ അറബിക്കടലിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് വിളിച്ചു പറയണം, എല്ലാ ലഹരി വ്യാപാരക്കാരും, പ്രത്യേകിച്ചും രാസലഹരി വിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന അവസാനത്തെ നരാധമനെയും നമ്മൾ അവൻ്റെ തായ് വേരറുത്ത് ഈ കേരളത്തെ മോചിപ്പിച്ചെടുക്കാൻ നമ്മൾ അണിചേരുന്ന ആ നിമിഷത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും കോഴിക്കോടേക്ക് നമ്മൾ ക്ഷണിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയില്ലേ, പാകിസ്ഥാനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ അണിചേരണമെന്ന് പറയില്ലേ, അതേപോലെ ഒരു പോരാട്ട വീര്യവുമായി ഞങ്ങൾ നടത്തുന്ന യാത്രയിൽ നിങ്ങൾ അണിചേരേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ശക്തിയും നമ്മുടെ ഐക്യവും അതുപോലെ തന്നെ നമ്മുടെ ആവേശവും ഒക്കെ കാണുമ്പോൾ
മലയാളികളായ ഈ വിൽപ്പനക്കാർ, ഇതിൽ കൂടുതൽ മലയാളികളാണ്. നിങ്ങൾക്കറിയാം, അന്തർദേശീയ തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മാഫിയ സംഘങ്ങളാണ് ഈ ലഹരി വ്യാപനത്തിൻ്റെ പിന്നിൽ. എന്നാൽ ഇവരുടെ ദല്ലാളന്മാരായി മാറിയിരിക്കുന്നത് മലയാളികൾ തന്നെയാണ്. മലയാളികൾ ഈ കച്ചവടം അടയ്ക്കുന്നതിനും അവൻ്റെ കോട്ടകൊത്തളങ്ങളിൽ വരെ നമ്മുടെ ഇടിമുഴക്കമായി നമ്മുടെ ശബ്ദം മാറുന്നതിനും വേണ്ടി നിങ്ങൾ അണിചേരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ഞായറാഴ്ച കോഴിക്കോട് ചേരണം. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ നാട്ടിൽ രാസലഹരിക്കാരൻ വേണ്ട, ഈ നാട്ടിൽ രാസലഹരിക്കാരൻ നടത്തുന്ന കത്തിക്കുത്തും കൊലപാതകവും വേണ്ട. ഇനി ഒരു മനുഷ്യനും രാസലഹരിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങൾ വരിക, കോഴിക്കോട് കടപ്പുറത്തേക്ക് വരിക. അവിടെ നമുക്ക് ചരിത്രം എഴുതണം. അതെ, നമുക്ക് ചരിത്രം എഴുതണം. നിങ്ങൾ അവിടെ അണിചേരണം. അതേ ശക്തിയിൽ എല്ലാ സ്ഥാപനങ്ങളോടും നമ്മൾ വിളിച്ചു പറയണം, ഒരേ ശബ്ദത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ അണിചേരണം. ഒരിക്കലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല. നിങ്ങൾ കൂടെ വേണം, തീർച്ചയായും കൂടെ വേണം. ബായ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് പോകാം. അതിനു മുമ്പ് 1-2 അനുഭവങ്ങൾ കൂടി പറഞ്ഞു. നമ്മുടെ യാത്രയിൽ നമ്മളൊരു ഡി അഡിക്ഷൻ സെന്ററിൽ ഒരാളെ കണ്ടു. അപ്പോൾ അയാൾ പറയുന്നത് ഒരു രക്ഷിതാവിനെ കുറിച്ചാണ്. അവരുടെ മകൾ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് 1 വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. ആദ്യം എൻട്രൻസ് എഴുതി, അത്യാവശ്യം നല്ല റാങ്ക് വന്നു. ആ റാങ്ക് പോരെന്ന് കരുതി 1 വർഷം കോച്ചിങ് നടത്തി എൻട്രൻസ് എഴുതി. ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൽ അവൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്നു. 2ാം വർഷമാകുമ്പോഴേക്കും ഈ കുട്ടി ഈ രാസലഹരിക്ക് അഡിക്റ്റ് ആവുകയും ആ രക്ഷകർത്താവ് കണ്ണീരോടെ പറയുന്നത് ഇവൾ +2 ജയിക്കേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ അനുഭവം. ഏറ്റവും കൂടുതൽ 2ാമത്തെ അനുഭവം, നമുക്കിപ്പം ഒരു ഗവേഷക സംഘം നടക്കുന്നുണ്ട്. ഗവേഷക സംഘം നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനുമാണ്. അപ്പോൾ അവർ നേരിട്ട് നമ്മൾ ഗവേഷക സംഘമാണെന്ന രീതിയിൽ സമീപിക്കും, അല്ലാതെയും സമീപിക്കും. അപ്പോൾ അതിലൊരാളോട് ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവൻ ഒരു ജോലി ചെയ്യുന്നവനാണ്. അവൻ്റെ പ്രശ്നം രാസലഹരിക്ക് അടിമയാണ്. ഹാലൂസിനേഷൻ എന്ന് പറയുന്ന കാണാത്തതും കേൾക്കാത്തതുമായ, അല്ലെങ്കിൽ ഇല്ലാത്തത് കാണാൻ തുടങ്ങുകയും ഇല്ലാത്തത് കേൾക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സൈക്കോസിസ് എന്നൊക്കെ പറയില്ലേ. അവൻ്റെ പ്രശ്നം എന്താണ്? അവൻ പറയുന്നത് അവനെ കൊല്ലാൻ വരുന്നത് രാവണനാണെന്നാണ് പറയുന്നത്. അവനെ കൊല്ലാൻ രാവണൻ വരുന്നു എന്നാണ് പറയുന്നത്. അവനെ ഈ പരുവത്തിലാക്കിയത് ബ്രഹ്മാവാണതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്ന ഒരു പയ്യനെ നമ്മൾ കണ്ടു. അതാണ് അവസ്ഥ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അത്രത്തോളം ഭീകരമായി, ഇഞ്ചിഞ്ചായി സമൂഹത്തിന് ശല്യമായി, ഒരു സാമൂഹ്യ വിരോധിയാക്കി മാറ്റി ഇല്ലാതാക്കി 7 വർഷത്തിനുള്ളിൽ ജീവനെടുക്കുന്ന ഒരു മാരക രാസലഹരിയാണ്. അതിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോരാട്ടം. അപ്പോൾ നമ്മൾ ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട്, ഇത് വെറുതെ വാക്കുകൾ പറയുകയല്ല, ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ ഇത് കോവിഡ് പോലെയോ അല്ലെങ്കിൽ അതിനു മുൻപുണ്ടായ വെള്ളപ്പൊക്കത്തെക്കാളൊക്കെ മാരകമായ ദുരന്തകാലമാണ്. ആ ദുരന്തകാലത്ത് അതിജീവിക്കാൻ ഇതെല്ലാവരും ഹൃദയത്തിൽ തട്ടിത്തന്നെ ഏറ്റു പറയണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. ഹാഷ്മി പ്രതിജ്ഞ വായിക്കും. നമ്മളെല്ലാവരും ഉള്ളിത്തട്ടി ഈ പ്രതിജ്ഞ ചൊല്ലുകയാണ്. ലഹരിയോട് വിട ചൊല്ലാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി എല്ലാവരും പ്രതിജ്ഞ ചൊല്ലണം. ഈ പരിപാടിയിൽ മുകളിലും സൈഡിലായിട്ടൊക്കെ കുറേ പേർ ഇത് പങ്കാളികളാവുന്നുണ്ട്. അവരെല്ലാം ഇതിന്റെ ഐക്യദാർഢ്യമായി പ്രതിജ്ഞ ചൊല്ലണം. ഹാഷ്മി പ്രതിജ്ഞയിലേക്ക്. ഇവിടെ കാരുണ്യസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ്, നേതാജി ജനശ്രീ സംഘം കറ്റോട്, അക്ഷയ കുടുംബശ്രീ ഉള്ളേരി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പ്രതിജ്ഞ ഏറ്റുകൊല്ലാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ SKN40 എന്ന് പറയുന്ന ഇതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയി യൂട്യൂബ് ചാനലിൽ ലൈവായി പോകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ തട്ടി ചൊല്ലുക. എൻ്റെ കേരളം, എൻ്റെ കേരളം, എനിക്കെന്നും അഭിമാനം, എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ അറിയുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി SKN ഒരുപക്ഷെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത്, ഏപ്രിൽ മാസത്തെ ചൂടിൽ എന്തിനാണ് SKN ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് നാടിനെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ആദരവ് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം ഹാഷ്മി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് വനിതാ വിംഗ് സുകന്യയെ വേദിയിലേക്ക് ക്ഷണിക്കാം. സർവോദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രീ KP മനോജ് കുമാർ വേദിയിലേക്ക്.
ലയൺസ് ക്ലബ്ബ് ഓഫ് ബാലുശ്ശേരി ടൗണിലെ ശ്രീ സുധീഷ് പാലോളിയെ ക്ഷണിക്കാം. ഇത് ഈ നാടിൻ്റെ ആദരമാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് SKN ആദരിക്കുന്നത്. ജനശ്രീ ബാലുശ്ശേരിയുടെ ശ്രീ AM സുനിൽകുമാറിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സുനിൽകുമാർ വേദിയിലേക്ക്. ശ്രീ ഭരതൻ പുത്തൂർവട്ടം തീർത്ഥ മകളാണ്, രണ്ടുപേരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. പൊതുപ്രവർത്തകൻ ശ്രീ മനോജ് കുന്നോത്ത് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ KV ഭാസ്കരൻ പുത്തൂർവട്ടത്തെ, അദ്ദേഹത്തെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഇനി വനിതാ കോൽക്കളി നമശിവായ കോൽക്കളി സംഘം ഒറ്റക്കണ്ടം. ഡാൻസ് ടീമിനെ SKN ഒരു ഉപഹാരം നൽകാൻ വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം വലിയ കൈയടി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മോൾക്ക് നമ്മൾ കപ്പ് കൊടുക്കുന്നു. എന്താ മോട്ടെ ആകാം. അപ്പം നിങ്ങളെല്ലാവരും എത്ര പേരുണ്ട്? 12 പേര് ഡാൻസ് കളിച്ചോ? ആഹാ, ഓക്കെ. അപ്പം ഇതെല്ലാം കപ്പാണ്. അപ്പം നിങ്ങളെല്ലാവരും വാങ്ങിച്ചോളൂ. അത് കപ്പാണ്. കോൽക്കളിയിലേക്ക് നമുക്ക് കടക്കാം. കേട്ടിടണം നാട്ടുകാരെ നമ്മൾ ചൊല്ലും വാർത്ത. കേട്ടിടണം നാട്ടുകാരെ ഞങ്ങൾ ചൊല്ലും വാർത്ത. കേട്ടിടണം നാട്ടുകാരെ ഞങ്ങൾ ചൊല്ലും വാർത്ത. കേട്ടിടണം നാട്ടുകാരെ ഞങ്ങൾ ചൊല്ലും വാർത്ത. അരുത് അക്രമം അരുത് ലഹരി നമുക്ക് വേണ്ട അക്രമ ലഹരി. അരുത് അക്രമം അരുത് ലഹരി നമുക്ക് വേണ്ട അക്രമ ലഹരി. നമുക്ക് വേണ്ട MDMA നമുക്ക് വേണ്ട രാസലായനി. 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 നമുക്ക് വേണം വായന ലഹരി നമുക്ക് വേണം ജീവിത ലഹരി. നമുക്ക് വേണം വായന ലഹരി നമുക്ക് വേണം ജീവിത ലഹരി. നമുക്ക് വേണം കായിക ലഹരി നമുക്ക് വേണം കോൽക്കളി ലഹരി. നമുക്ക് വേണം കായിക ലഹരി നമുക്ക് വേണം കോൽക്കളി ലഹരി. അരുതേ അക്രമം അരുതേ ലഹരി അരുതേ നമ്മുടെ അരുതേ ലഹരി. അരുതേ അക്രമം അരുതേ ലഹരി നമുക്ക് വേണ്ട അക്രമിടധികിതത്തെ. താങ്ക് യു വനിതാ കോൽക്കളി സംഘത്തെ ചെറിയൊരു ഉപഹാരം നൽകാൻ വേണ്ടി SKN സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്.
ആദ്യം ഡാൻസ് കളിച്ച 3 കുട്ടികൾ കൂടി സ്റ്റേജിലേക്ക് വരും. ഇവിടെ എസ്കേൻ ഇവിടെ ഈ നാടിന് ബീട്രസ് എന്നൊരു ഐ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവർ ലഹരി വിരുദ്ധ സമിതിയുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ഒരു ലഹരി വിരുദ്ധ കൂട്ടായ്മയ്ക്ക് എസ്കേൻ്റെ ഒപ്പം ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒപ്പിന് വേണ്ടി അവർ വരികയാണ്. ആ വിട്ടാൽ മതി. ഓക്കെ. ഈ നല്ല നാട് ബാലുശ്ശേരി SKN വളരെ ഹൃദ്യമായ സ്വീകരണമാണ് ഈ യാത്രയ്ക്ക് നൽകിയത്. SKN നിങ്ങളോട് നന്ദി പറയും. എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമ്മളിനി കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ അവസാനത്തെ പ്രോഗ്രാമായിരുന്നു ഇത്. നിങ്ങൾ കാണിച്ച സ്നേഹം, വാത്സല്യം, അതിനൊക്കെ ഔപചാരികമായി നന്ദി പറഞ്ഞ് ഞാൻ കുളവാക്കുന്നില്ല. കാര്യം നിങ്ങളും നമ്മളും തമ്മിലൊരു കുടുംബ ബന്ധമുണ്ട്. മാത്രമല്ല ഈ നമ്മുടെ കൂടെ ഈ യാത്രക്കിടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ചില ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചില ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നു. അതുപോലെ 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബ് കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെ സിംഗപ്പൂരിലേക്കൊരു യാത്ര, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരാൾക്ക് സിംഗപ്പൂരിലേക്ക് പറക്കാം. അപ്പോൾ നമ്മൾ ഒരു ഫോം നിങ്ങളുടെ കിട്ടില്ല, അത് പൂരിപ്പിച്ച ആൾക്കാർക്കായിരിക്കും അത് കിട്ടുക. ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന കാര്യമാണ്. ബെന്നി ടൂർ ഓപ്പറേറ്റേഴ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ നറുക്കെടുപ്പിച്ചിട്ട് പേരിപ്പോൾ അനൗൺസ് ചെയ്യും. മോനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കാരുണ്യ. ഓക്കെ മോനൊന്ന് അത് ഇട്ടിട്ടൊന്ന് ഇളക്ക്. കാര്യം ഇവിടെ നിൽക്കുന്നവർ വല്ലതും ആണെങ്കിലേ ഇളക്കിയിട്ട് സാധനം ഇളക്കണ്ട, അവൻ ഇളക്കട്ടെ. അവനത് തന്നെ എടുത്തെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. കണ്ണാടയൊക്കെ വെച്ച് നോക്ക് സാധനം. ശരി. അതായത് ബബീറ ബാത്തൂർ അങ്ങനെ ആളുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഹാഷ്മി ഒന്ന് ഡയൽ ചെയ്തോ. SKN ഫോൺ ചെയ്യാണ്. ഒന്ന് ഡയൽ ചെയ്തോ. ആ മഹാഭാഗ്യവാൻ ആരാണെന്ന് ഇപ്പോൾ ഡയൽ ചെയ്യാണ്. വിളിച്ചൊക്കെ എടുക്കുമെന്ന്. സ്പീക്കർ അടിയുന്നുണ്ട്. ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ പറഞ്ഞോ? ബുനീറ അല്ലേ? എന്താ പേരെന്താ? ബനീറ. ബനീറ ഫോൺ എടുക്കുന്നില്ല. ബനീറൊന്നും ഇവിടെ ഇല്ലല്ലോ, ആരുമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അത് ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചോളാം. ഫോൺ അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അപ്പോൾ ആ ആളിന് ആരായാലും സിംഗപ്പൂർ വരെ പോകാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. കാരുണ്യക്ക് നന്ദി. അപ്പോൾ ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നന്ദി. ഓക്കെ. ബാലുശ്ശേരിക്കാർക്കെല്ലാം നന്ദി. എന്താണാവോ? ഒരു സെൽഫി എടുക്കണം. ഗിഫ്റ്റാണോ? ഓക്കെ. അപ്പോൾ ഗിഫ്റ്റുകാർക്കും നന്ദി. താങ്ക് യു. ഓക്കെ. അപ്പോൾ ശരിയെങ്കിൽ നമുക്ക് കാണാം. ഫോട്ടോ എടുക്കണോ? 4 മണിക്ക് വന്നാ നിങ്ങൾക്ക് കാശ്മീരോടെ പണം എടുത്താൽ മതിയോ? ഇത്തിരി അങ്ങോട്ട് നിന്നാലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്തില്ലല്ലോ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുമെന്ന വിജയമുദ്ര വെച്ചുകൊണ്ട് നമ്മൾ പടമെടുക്കുകയാണ്. SKN-ഒപ്പം ഡ്രോണിൽ നമ്മുടെ അരുൺ എഴുപുന്ന ചിത്രം പകർത്തുകയാണ്. എല്ലാവരും കൈവർത്തു. ഈ ചിത്രം നാളെ സോഷ്യൽ മീഡിയയിൽ വരും. എവരിവൺ പ്ലീസ് റൈസ് ഹാൻഡ്.